മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന് സംഭവിച്ചത്. സ്വന്തം അമ്മാവൻ ഹരികുമാർ തന്നെ അവളെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു. അതിക്രൂരമായിട്ട് ദേവേന്ദുവിനെ കൊലപ്പെടുത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പല ദുരൂഹതകളും ഈ കേസിൽ ബാക്കിയാകുന്നു. ഒറ്റ ദിവസം കൊണ്ട് പോലീസ് കേസിൻ്റെ ചുരുളഴിച്ചു. തീർച്ചയായിട്ടും പോലീസിനെ അഭിനന്ദിക്കണം. വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് പോലീസിന് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കൊലപാതകം നടത്തിയെങ്കിൽ ആര്, എന്തിന്, എപ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ ഈ ചെറിയ വീട്ടിനുള്ളിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. പിച്ചവെച്ചു തുടങ്ങിയ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി ആ കുരുന്നിനെ കാണാനില്ലെന്ന വാർത്തയോടെയാണ് ഇന്നത്തെ പ്രഭാതം ഉണരുന്നത്. ബാലരാമപുരം പോലീസിന് കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ലഭിക്കുന്നത് പുലർച്ചെ. വീട്ടിലെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബന്ധുക്കളുടെ പ്രതികരണത്തിൽ ദുരൂഹത നിറഞ്ഞു. സംശയത്തിന്റെ ആനുകൂല്യം പോലും നൽകാതെ പിതാവിനെയും മാതാവിനെയും അമ്മാവനെയും മുത്തശ്ശിയെയും കസ്റ്റഡിയിലെടുത്തു. ഒറ്റ പകൽ കൊണ്ട് കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് പോലീസ് ആദ്യ മിനിറ്റിൽ നടത്തിയ ഈ സമർത്ഥമായ നീക്കം കൊണ്ടാണ്. സംഭവസ്ഥലത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളിലെ അവ്യക്തത, ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുത്തപ്പോഴും പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, അവസാനം തെളിവ് നിരത്തി ചോദ്യം ചെയ്യും വരെയും പ്രതിയായ ഹരികുമാർ സത്യം പറയാതെ പിടിച്ചു നിന്നു. 4 പേരെയും 4 ചോദ്യം ചെയ്തു. ആ മൊഴികളിലും വൈരുദ്ധ്യം. മൊഴികൾ ക്രോഡീകരിച്ച് പോലീസ് നടത്തിയ 4ാം ഘട്ട ചോദ്യം ചെയ്യൽ വഴിത്തിരിവായി. കുട്ടിയുടെ മാതാവ് ശ്രീധുവും അമ്മാവൻ ഹരികുമാറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ നിർണായകമായി. പോലീസ് ശേഖരിച്ച വാട്സാപ്പ് ചാറ്റുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയല്ലാതെ ഹരികുമാറിന് മറ്റ് നിവൃത്തിയുണ്ടായില്ല. കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലെറിഞ്ഞെന്നും കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നും ഹരികുമാർ മാറ്റി മാറ്റി പറഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നീക്കത്തിന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരെ മാത്രമായിരുന്നു ആയുസ്. ആ കൊച്ചുകുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞു. കുഞ്ഞിന്റെ പിതാവ് ശ്രീജിത്തിനും മുത്തശ്ശിക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്ന നിഗമനത്തിൽ ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇരുവരെയും വിട്ടയച്ചു. മാതാവ് ശ്രീധുവിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ചില സംശയങ്ങൾ ബാക്കിയാണ്. ശ്രീജിത്തും ശ്രീധുവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇടയ്ക്കിടെ വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ കണ്ട് മടങ്ങുകയായിരുന്നു ശ്രീജിത്തിന്റെ രീതി. ശ്രീധുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിരുന്നു ഇന്നലെ ശ്രീജിത്ത് വീട്ടിലെത്തിയത്. അതേ ദിവസം തന്നെ കൊലപാതകത്തിന് തിരഞ്ഞെടുത്തത് ശ്രീജിത്തിനെ പ്രതിയാക്കാനുള്ള ദുഷ്ടബുദ്ധിയാണോ എന്നും സംശയം. ദിവസങ്ങൾക്ക് മുൻപ് ശ്രീധു 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കള്ളപ്പരാതി നൽകിയത് എന്തിനെന്നും പോലീസ് അന്വേഷിക്കും. കുറ്റസമ്മതം നടത്തിയ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. 90% തെളിവുകളും ശേഖരിച്ച് ഒറ്റ ദിവസം കൊണ്ട് പ്രതിയെ കുടുക്കിയതാണ് ബാലരാമപുരം പോലീസ്. കൊടും ക്രൂരതയ്ക്ക് പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? പോലീസിൽ വിശ്വസിച്ച് കാത്തിരിക്കാം. കാരണം ദേവേന്ദുവിന്റെ മുഖം മണ്ണിട്ട് മൂടിയാലും മനസ്സിൽ നിന്നുമായില്ല. ക്യാമറാമാൻ അനന്തു ബി നായർക്കും ജിതിൻ PJ ക്കുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.